ആഴ്ചയിൽ ഒരാഴ്ച ക്ലാസ്സിൽ പോയാൽ അവൾ ബാക്കി ഒരു 15 ദിവസം അവൾ ലീവായിരിക്കും. കാരണം അവൾക്ക് അത്ര സുഖം ഉണ്ടാകത്തില്ല. അവൾക്ക് ജലദോഷവും ചുമയെന്നെല്ലാം പറയുമ്പോൾ രാത്രിയിലെല്ലാം വിട്ടുമാറാത്ത ചുമയാണ്. വീസിങ് പോലെ ചെറുതായിട്ട് സൗണ്ട് വരെ വരുന്ന ഒരവസ്ഥ. ഹൈപ്പർ ആക്റ്റീവ് എയർവേസ് ഡിസീസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു പക്ഷേ വലുതാകുമ്പോൾ അവൾക്ക് ഒരു ആസ്മ വരെയായി മാറാം. അങ്ങനെ ഒരു കണ്ടീഷനുണ്ടായി. പ്ലസ് അവൾക്ക് സ്കിൻ അലർജിയും. ആ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നിയമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് ഡേ ഞാനിവിടെ കുർബാന കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ കൂടെ എനിക്ക് പരിശുദ്ധ അമ്മേൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. പിന്നെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി ആദ്യത്തെ ഒരു മാസം ഞാൻ പ്രാർത്ഥന മാത്രമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം അത്ര ഉണ്ടായിട്ടില്ല. പത്രം കൊടുത്തു, പക്ഷേ കാരുണ്യപ്രവർത്തികൾ അത്ര ചെയ്യാൻ ഞാൻ ആക്ച്വലി മൈസൂരിൽ നിന്നായതുകൊണ്ട് എനിക്കത്ര പുറത്തൊന്നും അങ്ങനെ പോയി ചെയ്യാൻ അത്ര അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഫുഡെല്ലാം ആയിട്ട് പുറത്ത് പോയിട്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ എന്തായെന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ തുടങ്ങി. പിന്നെ അവൾക്ക് സ്കിൻ അലർജി ഉണ്ടായി. ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടുണ്ടായി അവൾ മോണ്ടേർ എൽ സി എന്ന് പറഞ്ഞുകൊണ്ട്. ആ ടാബ്ലറ്റ് എല്ലാ ദിവസവും അവൾ കഴിക്കണമായിരുന്നു. കാലിനും തുടയിലും ഭയങ്കരമായിട്ട് ചൊറിയുമായിരുന്നു. അപ്പോൾ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ പറയും വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് ഉപയോഗിച്ച് വേണം നമ്മളത് ഉടമ്പടി തൈലം നമ്മൾ ഉപയോഗിക്കാനെന്ന്. പക്ഷേ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഞാനപ്പോൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മേൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ തന്നെ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ സമയത്ത് ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ എന്തായാലും എൻ്റെ മോൾക്ക് സുഖമാവുമെന്ന്. ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ തൈലം കൊണ്ടുപോയിട്ട് മോളുടെ കാലിലും തുടയിലും എല്ലാം വിശുദ്ധ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അവൾക്ക് ചൊറിച്ചിലില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇല്ല. പിന്നെ ഞാൻ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഒരു കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ നന്നായി ചെയ്യാൻ തുടങ്ങി. എൻ്റെ മോൾക്ക് കംപ്ലീറ്റായിട്ട് സുഖമായി. ഇപ്പോൾ ഇവൾക്ക് 9 വയസ്സായി. അലർജിയോ ഒരു പ്രശ്നങ്ങളുമില്ല. അവളുടെ റിപ്പോർട്ടുണ്ട്, കംപ്ലീറ്റ് ഓക്കെയാണ് അവൾ.